ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 3 ഗുരുതരമായി പരിക്കേറ്റ് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ വിദ്യാർത്ഥിയാണ് മരിച്ചത്. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, സന്തോഷത്തോടെ ഉണ്ടായ ഒരു വിനോദയാത്ര, ആ യാത്രയ്ക്കൊടുവിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്, ഈ അപകടമുണ്ടായതിൽ 3 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. മറ്റാർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്? എന്താണ് അവരുടെയൊക്കെ നില? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ അപകടത്തിന് ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് ഈ പോലീസ് ഉൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്നത്. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. തേനി മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരമായി പരിക്കേറ്റ് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ സുധൻ എന്ന് പറയുന്ന 19 വയസ്സുള്ള കുട്ടിയുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ 2 വിദ്യാർത്ഥിനികൾ മരിച്ചിരുന്നു. അത് ഈ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ബസ് പരിചയമില്ലാത്ത ആളാണ് ഓടിച്ചിരുന്നത്. വളവിൽ അമിത വേഗതയിൽ വളവ് തിരിച്ചത് അപകടത്തിനിടയാക്കി, ബസ് മറിയാനിടയാക്കി എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 33 പേര് ഈ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാളെ ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ബസ്സിൽ 45 പേരുണ്ടായിരുന്നു. ബസ്സിലെ ജീവനക്കാരടക്കം 45 പേരുണ്ടായിരുന്നു എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരത്തിനായിട്ട് മൂന്നാറിലേക്ക് പുറപ്പെടുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയും മാങ്കുളത്ത് ഉൾപ്പെടെ എത്തി മൂന്നാറിലേക്ക് വന്നിരുന്നു. അതിനുശേഷം കുണ്ടള ഡാം സന്ദർശിക്കാൻ പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇനി 2 പേരുടെ നില കൂടി ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിലൊരാൾ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു രോഗി കൂടിയാണ് ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്ന കുട്ടി. എന്തായാലും ഈ ടീച്ചർമാർക്ക് ഉൾപ്പെടെ കാര്യമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇവരുടെ ബന്ധുക്കളെ എല്ലാവരെയും ഈ അപകടം നടന്ന വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ പോലീസിന്റെ പരിശോധന ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് ഉണ്ടാകും. മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ ഈ ഡ്രൈവറുടെ പരിചയക്കുറവും അതുപോലെ തന്നെ അമിത വേഗതയുമാണ് അപകടം ഉണ്ടാകാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ വിജയനാണ് തേനിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.